ഈ മാസം 21-ാം തീയതി നാട്ടിൽ വരാനൊക്കെ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വന്നത്. എനിക്കിപ്പം നല്ല കാര്യമായിട്ട് എൻ്റെ മകനെ തിരിച്ചു കിട്ടാന്നുള്ളതാണ്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോൻ്റെ താഴെ ഞാനൊരു കമൻറ്റ് കണ്ടു, ചേച്ചി മുടി കെട്ടിവെച്ച് വീഡിയോ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് മുടി പിടിക്കുന്നു എന്നുള്ളത്. നിങ്ങളുടെ ആ കമൻറ്റ് ഞാൻ പരിഗണിച്ചുകൊണ്ട് ഇന്ന് മുടി കെട്ടിവെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ കണ്ടൊരു കമൻറ്റാണ്, പേളി മണീൻ്റെ വിഷയത്തെക്കുറിച്ച് ചേച്ചി എന്താ സംസാരിക്കാത്തത്, ചേച്ചിയുടെ സൈഡിൽ നിന്നൊരു വീഡിയോ വേണം എന്നൊക്കെ പറഞ്ഞ് ഒരു 1-2 കമൻറ്റ്സ് ഞാൻ കണ്ടു. എടാ, ഫസ്റ്റ് തിങ്, ഈ കഴിഞ്ഞ 3 ദിവസമായി ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. അതിൽ ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ വീഡിയോ പോലും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ആ ടോപ്പിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം എന്തായാലും ആ ടോപ്പിക്ക് അണഞ്ഞു തീർന്ന് ജാൻമണീൻ്റെ സൈഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണോ, എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? ജസ്റ്റ് ഒന്നും കൂടെ ഇനിയും അങ്ങനത്തെ കമൻറ്റ്സ് വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. പിന്നെ എന്താണ്, മേ ബി എൻ്റെ ഫേസ് കാണുമ്പോൾ ഒരു ടയർഡ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ ഇന്നലെ തൃശ്ശൂർ പോയി, വടക്കുന്നാഥൻ അമ്പലം, അങ്ങനെ കുറച്ച് അമ്പലങ്ങളൊക്കെ കണ്ട് ഇന്ന് രാവിലെ 4:30ക്കാണ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയത്, കറക്റ്റ് പറയുകയാണ്. എന്നിട്ട് ഞാൻ രാവിലെ 6:30ക്ക് എണീച്ച് ജോലിക്ക് വരികയും ചെയ്തു. അതോടുകൂടി നല്ല ക്ഷീണം, ഉറങ്ങിയിട്ടേ ഇല്ല. ആകെ 1 മണിക്കൂർ 1.5 മണിക്കൂർ എങ്ങനെയാണ് ഉറങ്ങി. ബസ്സിൽ നിന്ന് നമ്മളിങ്ങനെ കിടക്കുമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല ഷേക്ക് ആവുന്നതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ സ്ലീപ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കക്ഷീണമുണ്ട്. എന്ന് കരുതി വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? കാരണം എൻ്റെ വീഡിയോ കാണണം എന്ന് ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സംസാരിക്കണം. അങ്ങനെ വീഡിയോ ചെയ്യാം. ഇല്ലാത്ത ആരോഗ്യവും മോട്ടിവേഷനും വെച്ച് ഞാൻ തുറന്നപ്പോൾ ഒരു കണ്ടന്റ് കണ്ട സമയം തന്നെ എനിക്കിതങ്ങ് സംസാരിക്കാൻ തോന്നി. കാരണം ചില വിഷയങ്ങൾ സംസാരിക്കാൻ എനിക്കൊരു പ്രത്യേക താല്പര്യമാണ്. എന്നാലും പറഞ്ഞു കഴിയുമ്പം എവിടെ നിന്നില്ലാത്തൊരു സന്തോഷവും ഇംഗൃതിയും കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഇംഗൃതിക്കും സന്തോഷത്തിനും മേ ബി ഇത് സംസാരിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന എനർജി എന്നെ മോട്ടിവേറ്റ് ചെയ്യുമെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രം ദ തംബ്നെയിൽ, ഫ്രം ദ ടൈറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആരെക്കുറിച്ചാണ്. ഷഹല ഷെറിൻ എന്ന് പറയുന്ന റീസെൻ്റ്ലി ഒളിച്ചോടിപ്പോയിട്ടുള്ള ചേച്ചിയെ കുറിച്ചിട്ടാണ്. ചേച്ചീൻ്റെ ഒളിച്ചോട്ട കഥയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ചേച്ചി മാത്രമല്ല, അപ്പുറത്തൊരു ചേട്ടനും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. ഇനി അറിയാത്ത വ്യക്തികൾക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ, കോഴിക്കോട് ബാലുശ്ശേരി ഭാഗത്ത് ഷഹല ഷെറിൻ എന്ന് പറയുന്ന ഒരു ലേഡി, 30 വയസ്സുണ്ട്. ആൾക്കൊരു കുട്ടിയുണ്ട്, 7 വയസ്സുള്ളത്. ആ മോൻ്റെ പേരോ മോൻ്റെ ഐഡൻറ്റിറ്റിയോ ഇതിൽ കൂടെ പറയാൻ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നില്ല. വീട്ടിൽ നിന്ന് പറയണം, അമ്മേ ഞാൻ ബാങ്കിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇറങ്ങി. പിന്നെ ചേച്ചീനെ കാണാനില്ല. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഷഹല ചേച്ചീൻ്റെ ഭർത്താവ് ഒരാഴ്ചയ്ക്കുള്ളിൽ നാട്ടിലോട്ട് വരാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് ബാങ്ക് പോയി വരാം എന്ന് പറഞ്ഞ ചേച്ചീനെ കാണാണ്ടായത്. പാവ ഹസ്ബൻഡ് ഈ ന്യൂസ് അറിഞ്ഞതോടുകൂടി ഓടി വരുന്നു, കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു. പത്രത്തിൽ മറ്റ് ന്യൂസിലൊക്കെ വന്നിട്ട് എൻ്റെ ഭാര്യനും മകനെയും കാണാനില്ല, എന്താ പറ്റിയത് എന്ന് അറിയില്ല എന്നുള്ളൊക്കെ ഒരു ടോപ്പിക് അവിടെ നടക്കുന്നു. പിന്നെയാണ് മനസ്സിലായത്, ഷഹല ചേച്ചി അവിടെ ടൗണത്തെ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരു ചേട്ടൻ, പുള്ളിക്കൊരു ഭാര്യയും ഉണ്ട്, 3 മക്കളും ഉണ്ട്. ആ ചേട്ടൻ്റെ കൂടെ അങ്ങ് ഒളിച്ചോടിപ്പോയതാണ്. അപ്പോൾ ഈ ഒളിച്ചോട കഥ, അല്ലെങ്കിൽ ഷഹല ചേച്ചിയുടെ കഴപ്പത്തരം, അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയ ചേട്ടൻ്റെ കഴപ്പത്തരമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ വീഡിയോൻ്റെ സൈഡിൽ കൂടെ ഉടനീളം നിങ്ങൾക്ക് ഷഹല ചേച്ചിയും ഒളിച്ചോടിപ്പോയി ചേട്ടനെയും കാണിക്കും. ബിക്കോസ് ആസ് ആൻ ഇൻഡിവിജ്വൽ എന്ന നിലയിൽ എനിക്കിത് മാത്രമേ ചെയ്യാൻ പറ്റൂ, വേറെ ഒന്നുമേ ചെയ്യാൻ പറ്റില്ല. എക്സ്പോസ് ദം. രജീഷിൻ്റെ ഒരു വീഡിയോ വന്ന സമയത്ത് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത സെക്കൻഡ് ഡേ തന്നെ രജീഷിൻ്റെ വൈഫിനെ ഞാൻ എക്സ്പോസ് ചെയ്തിരുന്നു. എൻ്റെ വീഡിയോൻ്റെ ഉടനീളം ഞാൻ ആ വൈഫിനെ കാണിച്ചിരുന്നു. എൻ്റെ വീഡിയോ കാണുന്ന ഒരു 10 ആളാണെങ്കിൽ, 15 ആളാണെങ്കിൽ, 16 ആളാണെങ്കിൽ, ഇതാണ് ആ സ്ത്രീ, ഇതാണ് ഇവരുടെ സ്വഭാവം, ഇതാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്, ഇതാണ് ഇവർ കുടുംബത്തിനോട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ ചേട്ടൻ്റെ ന്യൂസ് ക്ലിപ്പിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. ഒരു കേസില് ഞാൻ കിനാലൂർ 7 സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയെ കുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര DYSPന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കിട്ടുള്ളത്. ഇതാണ് ന്യൂസ് അല്ലേ? ആദ്യം തന്നെ ഈ ന്യൂസ് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ സ്വന്തം ഭാര്യനെയും കുട്ടീനെയും കാണാനില്ല എന്ന് സംസാരിക്കുന്നു.
എന്നാൽ അദ്ദേഹം എടുത്തു പറഞ്ഞത് ഭാര്യനെ കാണാനില്ല എന്നുള്ളതാണ്. 16-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 16-ാം തീയതിയും 17-ാം തീയതിയുമായിട്ട് ബാലുശ്ശേരി ഭാഗത്തും വടകര ഭാഗത്തും സ്റ്റേഷനിൽ കേസ് കൊടുത്തു. എന്നിട്ട് അതിനൊരു തീരുമാനമാവാത്തത് കൊണ്ടാണ് ഒരു 3 ദിവസം മുമ്പ് മീഡിയക്കാരെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയുന്നത്. ആൻഡ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കണ്ടൊരു സാധനമാണ്, എൻ്റെ ഇപ്പോഴത്തെ ഒരു എയിം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകനെ എനിക്ക് തിരിച്ച് കിട്ടണം എന്നുള്ളത്. അപ്പം ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി പുള്ളിക്ക് അറിയാം ഭാര്യ ആരുടെയോ കൂടെ പോയതാണ്, അല്ലേ? അയാൾ എന്താ പറയുന്നത്, എൻ്റെ ഭാര്യനും എൻ്റെ മകനെയും എനിക്ക് തിരിച്ചു കിട്ടണം എന്നാണ്. പക്ഷെ ഇൻസ്റ്റഡ് അവിടെ ഈ വ്യക്തി പറയുന്നത് എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണം എന്നാണ്. അപ്പം ഞാൻ ഇവിടെ ആലോചിക്കുന്നത് ഈ മനുഷ്യൻ്റെ മെൻറ്റാലിറ്റീനെ കുറിച്ചിട്ടാണ്. കാരണം ഓരോ പ്രവാസികളും എനിക്കറിയാം, നാട് വിട്ടിട്ട് ദൂരെ പോയി നിൽക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ കുടുംബം ഫുള്ള് അച്ഛനും അമ്മയും എല്ലാവരും കൂടെയാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ അതിലൊരു സന്തോഷം ഉണ്ടാവും. ഇത് അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഫ്രണ്ട്സും നാട്ടുകാരും എല്ലാം അവിടെ നിർത്തി നമ്മൾ മാത്രമായിട്ട് പുറത്തു പോയി നിൽക്കുന്ന ഒരു പ്രവാസ ജീവിതം എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് അറിയില്ല. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പ്രവാസികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. എൻ്റെ വിശ്വാസപ്രകാരം ഒരു 75% ഓഫ് ആൾക്കാർക്കും ഇഷ്ടമല്ല. പക്ഷേ തൻ്റെ സാഹചര്യം, ഒരു വീടുണ്ടാക്കാൻ, മകളുടെ കല്യാണത്തിന് വേണ്ടി, കുടുംബം നന്നായി പോറ്റാൻ, നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കാൻ, അധ്വാനിക്കാൻ, ഇങ്ങനെ കുറേ ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് പേര് പോകുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യേനെയും മക്കളെയും മോനെയും നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പെർട്ടിക്കുലർ വ്യക്തി 2 കൊല്ലമായിട്ട് ഗൾഫ് പോയി അധ്വാനിക്കുന്നത്. അങ്ങനെ കുടുംബത്തിന് നോക്കി അധ്വാനിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യ താൻ വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഒളിച്ചോടി പോയി വേറൊരുത്തൻ്റെ കൂടെ എന്ന് പറയുമ്പം ആ മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ 2 കൊല്ലം ഇദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ വാങ്ങിക്കൊണ്ട് അതുകൊണ്ട് തിന്ന് അതുകൊണ്ട് തുണിയിട്ട് അതിൽ കയറി ഓട്ടോയിലും ബസ്സിലും പോയിട്ടായിരിക്കും ഇവളിവനെ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ 2 കൊല്ലം ഈ മനുഷ്യൻ്റെ അധ്വാനം ഒരു പകുതി ഉപയോഗിച്ചിട്ടുണ്ടാവുക ഇവളുടെ അവിഹിതത്തിനും ഇവളുടെ ബാക്കി പല ഫ്രസ്ട്രേഷൻസിനും വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ ആ മനുഷ്യൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര ഹേർട്ടായിട്ടുണ്ടാവും, എത്ര ഇൻസൾട്ടഡ് ആയിട്ടുണ്ടാവും, ഇല്ലാണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് സ്ട്രോങ് ആയി ആ മനുഷ്യൻ അവിടെ നിന്ന് സംസാരിക്കുന്നില്ലേ? ഇനി ആ ലേഡി ഷെഹല ഷെറിൻ 30 വയസ്സുണ്ട്. എന്തായാലും 7 വയസ്സുള്ളൊരു മോനൊക്കെ ഉണ്ട്. ഒരു 10, 22, 23 വയസ്സിൽ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ വിട്ടുപോയി എന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരൻ പ്രവാസിയായിട്ട് 2 കൊല്ലമായി. ഇപ്പോൾ 2 കൊല്ലം നിങ്ങൾ തമ്മിൽ തല്ല്, ചവിട്ട്, ഒച്ചപ്പാട്, കച്ചറ, അല്ലെ മദ്യപിച്ച് വരിക, ലഹരി ഉപയോഗിച്ച് വരിക, ഇങ്ങനത്തെ ഒരു സാമഗ്രികളും ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ 2 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച് പെട്ടെന്നൊരു ദിവസം ഇറങ്ങിപ്പോണെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് പറയാനുള്ള കാര്യം, അദ്ദേഹം ഗൾഫ് പോയ സമയം ചിലപ്പോൾ ഇയാളെ നൈസായിട്ട് വായ നോക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ആ വായനോട്ടത്തിൽ അങ്ങ് വീണു. അപ്പോൾ ഭർത്താവിന് അവിടെ നിന്ന് പൈസയും ഇങ്ങനത്തെ കാര്യങ്ങളും മാത്രമാണ് ചെയ്യാൻ പറ്റുക, വേറൊന്നും ഭർത്താവിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവിടെ എന്തായി, ലോക്കായി. ആൻഡ് നിങ്ങളുടെ വേറെ പല ഫ്രസ്ട്രേഷൻ, കാരണം പൈസ ഭർത്താവ് അയച്ചു തരുന്നുണ്ട്, വീടുണ്ട്, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ആ വീട്ടിലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾക്ക് വീട്ടിൽ ചിലപ്പോൾ മഞ്ചലുണ്ടെങ്കിലും നമുക്ക് വേണ്ട ബേസിക് കാര്യങ്ങൾ എന്തായാലും അവിടെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ആ വിശ്വാസത്തിൽ നിങ്ങൾ പിന്നെ ഭർത്താവിൽ നിന്ന് കിട്ടാത്തൊരു സാധനം എന്തെങ്കിലും വേണ്ടിയിട്ടാണ് ഇയാളുടെ കൂടെ പോയെങ്കിൽ അത് ഇതാവാനാണ് ചാൻസ്. അത് ഞാൻ പറയാണ്ട് തന്നെ അറിയാമല്ലോ. ചേച്ചിക്ക് അത് വേണമായിരുന്നു, 2 കൊല്ലമായി കിട്ടിയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ ആ ചേട്ടനും എങ്ങനെയായിരിക്കാം, ചേട്ടൻ്റെ ഭാര്യയും 3 മക്കളും ഉണ്ട്. ഭാര്യയും 3 മക്കളും ഉണ്ടായിട്ട് ഭാര്യ സ്ഥിരം പുള്ളീൻ്റെ കൂടെ നിന്നിട്ട് ഒരുമിച്ച് നിന്നിട്ടും പുള്ളി ഇതിന് പോകുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഒന്നും പോരാ, ഒന്നിലധികം വേണം. ചിലപ്പോൾ ഇതും കുറച്ച് കാലം കഴിഞ്ഞ് ഇതിന് ഒരു മടുപ്പ് വരുന്ന സമയത്ത് അടുത്തേലും പോകുമായിരിക്കും. എനിക്കറിയില്ല, അതിനാണ് ചാൻസ്. അല്ലാണ്ട് വേറെ എന്താ, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ട്, പൈസ ഉണ്ട്, എല്ലാ കുന്തും ഉണ്ടെങ്കിൽ പിന്നെ പോകണ്ടെങ്കിൽ ഇത് മാത്രമായിരിക്കുമല്ലോ. അപ്പം ഇതങ്ങ് തോന്നിയതോടുകൂടി നിങ്ങൾ 2 പേരും അങ്ങ് പോയി. എന്താ ചേച്ചി കാണിച്ചത്? 7 വയസ്സുള്ളൊരു മകനില്ലേ, അവന് നിങ്ങളിനി നിങ്ങളുടെ ഇൻട്രസ്റ്റ് പ്രകാരം നിങ്ങൾ പോകുന്ന സമയത്ത് അവനിങ്ങനെ ഉപ്പാനെ മാറ്റി വിളിക്കാൻ പറ്റുമോ? ഒരാളെ ഉപ്പാന്നും അടുത്ത ആളെ കയറി ഉപ്പാന്നും വിളിക്കാൻ അവനെ കൊണ്ട് പറ്റുമോ? അവനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തിനാ അവനെയും കൊണ്ട് പോയേ? ചേച്ചിക്ക് ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ പോരെ? ചേച്ചിയുടെ സാറ്റിസ്ഫാക്ഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് ആ കൊച്ചിനെയും കൊണ്ട് പോയത്? ഞാനതാ ആലോചിക്കുന്നത്. കുടുംബം പോറ്റാൻ വേണ്ടി പാവങ്ങൾ കഷ്ടപ്പെടുക. എന്നാൽ ഈ തല്ല്, ചവിട്ട്, ഇടി, കുത്ത്, സ്ത്രീധന പീഡനം, അച്ഛൻ്റെ പേരിൽ തല്ല്, അമ്മേൻ്റെ പേരിൽ തല്ല്, ഇങ്ങനത്തെ കുറേ ടീമുണ്ട്. ഇവരെ വിട്ടിട്ടൊന്നും ഭാര്യമാർ പോവില്ല. തല്ലും അടിയും ചവിട്ടും കുത്തും എല്ലാം സഹിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുക, ഇങ്ങനെ പ്രണാമം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജീവിക്കുക. പക്ഷെ അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന കുറേ പാവങ്ങളുണ്ടാവും. ആ പാവങ്ങളെ വല്ല ഒന്നും അല്ലാണ്ടാക്കി ചാടി പോവുക.
ഞാൻ മൊബൈൽ ഷോപ്പ് ചേട്ടനോട് ചോദിക്കുക, നിങ്ങളെ സ്വന്തം ഇതിലുണ്ടായ 3 മക്കളല്ലേ, അവരെ കൺസിഡർ ചെയ്യാൻ നിങ്ങൾ ഇറങ്ങിപ്പോയില്ലേ? നിങ്ങൾ രാവിലെ പണിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം എല്ലാം ഉണ്ടാക്കി തരുന്ന ഭാര്യ, നിങ്ങളെ തുണി അലക്കുന്ന ഭാര്യ, നിങ്ങളെല്ലാ കാര്യവും ചെയ്തു തരുന്ന ഭാര്യ, വൈകുന്നേരം ഉപ്പ വരുന്നതും കാത്തു നിൽക്കുന്ന മക്കൾ, ഇവരൊക്കെ ചതിച്ചല്ലേ നിങ്ങളൊരു പെണ്ണിൻ്റെ കൂടെ പോയത്? ഞാൻ ആലോചിക്കുന്നത്, പ്രവാസിയായ ഭർത്താവിനെ ചതിക്കാൻ ഇയാൾ സപ്പോർട്ട് ചെയ്യുക, വീട്ടിലുള്ള ഭാര്യേനെയും മക്കളെയും ചതിക്കാൻ ഇവർ സപ്പോർട്ട് ചെയ്യുക. എന്ത് 2 ജന്മങ്ങളാണ്? പിന്നെ 2 പേര് ചാടി പോയതുകൊണ്ട് തന്നെ ഇനിയും ചാടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുമിച്ച് നിൽക്കുമായിരിക്കും. എത്രയൊക്കെ നിന്നാലും ആ ബോണ്ടിങ്ങിൽ പ്രശ്നം വരും. പിന്നെ നമ്മൾ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചേച്ചി 15 പവനും കൊണ്ടാണ് പോയത്. 15 പവൻ ഇന്നിപ്പോൾ ഒരു 1 ലക്ഷം 1.10 വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10-20 ലക്ഷം കിട്ടും. ആ 20 ലക്ഷം തീർന്നു കഴിയുമ്പോൾ എല്ലാം തീരും എന്ന് നാണുണ്ടോ? ഇപ്പം ചിലപ്പോൾ പറയും എൻ്റെ ഉപ്പ തന്നതാ, എൻ്റെ ഉമ്മ നിൻ്റെ ഉപ്പയും ഉമ്മയും തന്നത് കണ്ണി കണ്ടവൻ്റെ കൂടെ ഒളിച്ചോടി പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ ഈ 15 പവൻ? ഈ 15 പവൻ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഈ എൻ്റെ ഭർത്താവിന് കൊടുത്തിട്ട് എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. അപ്പം എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഈ വേറെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നാണല്ലാത്തിട്ട് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കാനുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിന്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എൻ്റെ മകൻ എവിടാന്നുള്ളത്, ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. അതിന്റെ മുന്നേ വിവാഹം കഴിഞ്ഞ ഏകദേശം 8 വർഷത്തോളം ഞാനങ്ങ് ഒരുമിച്ച് ഇവിടെ താമസിച്ചതാണ്. അടുത്തന്നായിരുന്നു. കുറച്ച് സാമ്പത്തിക വീടിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് രണ്ടാമത് ഞാൻ വിദേശത്തേക്ക് പോയത്. ഇപ്പൊ ഏകദേശം 2 വർഷമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ മാസം 21-ാം തീയതി നാട്ടിൽ വരാനൊക്കെ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വന്നത്. എനിക്കിപ്പം നല്ല കാര്യമായിട്ട് എൻ്റെ മകനെ തിരിച്ചു കിട്ടാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പരമാവധി ശ്രമിക്കുന്നത്. പക്ഷെ എന്താണ് ഇതിന്റെ പുറകിൽ നടന്നത്, എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യം എൻ്റെ വീട്ടിലില്ല. വളരെ സന്തോഷപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രവാസി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച ഒരാള് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് എന്താണ് സംഭവിച്ചത്, എൻ്റെ മകനെ തിരിച്ചു കിട്ടാനുള്ളൊരു നടപടി എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണോ, അതിനൊരു പരിസമാപ്തിയിൽ എത്തണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. അതിൽ 4 വർഷം ഇവർ ഒരുമിച്ചാണ് ജീവിച്ചത്. ഈ 4 വർഷമാണ് പുള്ളി പ്രവാസിയായത്. അത് ഇയാളുടെ വീടുണ്ടാക്കാനും അങ്ങനെ ഇവരുടെ സാഹചര്യം ഞാൻ പറഞ്ഞതുപോലെ ഇവളെയൊക്കെ നന്നായി തീറ്റിപ്പോറ്റിക്കാനും ഇവക്കൊക്കെ ജീവിക്കാൻ നല്ലൊരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ 4 കൊല്ലം പോയത്. അതിൽ 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് വന്നു പോയിട്ടുണ്ട്. പിന്നത്തെ 2 കൊല്ലം കഴിഞ്ഞ് വരാൻ നിൽക്കുമ്പോഴാണ് ചേച്ചി ഈ പരിപാടി ഒപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടി ഇവിടെ ഈ പുള്ളി പറഞ്ഞ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും പറഞ്ഞൊരു സാധനമുണ്ട്, എനിക്ക് എൻ്റെ മകനെ വേണം എന്നുള്ളത്. എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് രജീഷിൻ്റെ കേസാണ്. രജീഷിൻ്റെ അവസ്ഥ ഇതുപോലെ തന്നെയായിരുന്നു. ഭാര്യ അവിടെ പോയി, അവിടെ പ്രവാസിയായ ഒരുത്തനുമായി സെറ്റായി, പിന്നെ അവനായിട്ട് റിലേഷൻഷിപ്പായി, അങ്ങനെയായി ഇങ്ങനെ എല്ലാം സഹിച്ചുകൊണ്ട് അവിടെ നിന്നു. 4 നാണം കെട്ടു. അവൾ എന്താ വെച്ചാൽ ആവട്ടെ, ഞാൻ അവൾക്ക് വേണ്ടി തല കുനിക്കില്ല എന്നൊക്കെ പറഞ്ഞ കുറേ ഓഡിയോസ് കേട്ടതാണ്. പക്ഷെ മകനെയും കൂടെ കൊണ്ടുപോയപ്പോഴാണ് ഇല്ലാണ്ടായത്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു നിയമപ്രകാരം സ്ത്രീകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ മകനെ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ പോലീസ് വിളിച്ചു വരുത്തി ഇവള് പറയും എനിക്കിപ്പം വേണ്ട അവൻ മതി എന്ന് പറയും. ഓട്ടോമാറ്റിക്കലി ഇവൻ മുത്തലാക്ക് പറഞ്ഞ് ഒഴിവാക്കും, മുത്തലാക്കോ അല്ലെങ്കിൽ ഒപ്പിട്ടിട്ടോ ഒഴിവാക്കും. കുട്ടീനെ ഇവൻ്റെ കൂടെ ഈ പെണ്ണുങ്ങളെ കൂടെ വിടും. എനിക്ക് ഈ ഒരു സിസ്റ്റം മാറ്റണടാ, സീരിയസ്ലി പറയാം. ഒരു അമ്മ മാത്രം വിചാരിച്ച കുട്ടി ഉണ്ടാവില്ല, അച്ഛനും അമ്മയും ഒരുമിച്ച് വിചാരിച്ചാൽ കുട്ടി ഉണ്ടാവും. ദിസ് ഇസ് പ്യുവർ ബയോളജി, നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ഇനി ട്യൂബിൻ്റെ ഉള്ളിൽ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ സ്പേമും ഓവയ്ക്കും ഒരുപോലെ പങ്കുണ്ട്. പിന്നെ അച്ഛൻ മാത്രമേ മക്കളെ വളർത്താൻ പറ്റൂ, അമ്മയ്ക്ക് മാത്രമേ മക്കളെ വളർത്താൻ പറ്റൂ എന്ന് പറയുന്നില്ല. അച്ഛൻ വളർത്തുന്ന എത്ര മക്കളുണ്ട്? എന്താ അച്ഛന്മാർക്ക് മക്കളെ വളർത്താൻ പറ്റില്ലേ? അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന എത്ര മക്കളുണ്ട്? എത്ര അമ്മമാർ പ്രവാസിയായിട്ട് അച്ഛൻ നോക്കുന്നുണ്ട്? ആ മറ്റേ രജീഷിൻ്റെ തന്നെ അവൾ അവിടെ പോയി ലൈന് സെറ്റാക്കി അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയത്ത് കൊച്ചിനെ നോക്കിയ രജീഷ് അല്ലേ? അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ലേഡി നിങ്ങൾ നോക്കേണ്ടത്, ഒരു കേസ് വരുന്ന സമയത്ത് ഫസ്റ്റ് നോക്കേണ്ട കാര്യം ആരുടെ ഭാഗത്താണ് തെറ്റ്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇവളെ ഭാഗത്താണ് തെറ്റ്. അപ്പോൾ ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന, ഇങ്ങനെ കണ്ട ചെക്കന്മാരുടെ കൂടെ ഇങ്ങനെ ചാടിപ്പോയി ആ വിഹിത ബന്ധം വെച്ച് അതിൽ കൂടെ വേറെ പല പരിപാടികളും ചെയ്യുന്ന ലേഡീനെ കൂടെ കുട്ടീനെ വിടുന്നത് നല്ലതാണോ? അതൊരു മാതൃകയാണോ? അല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇനി അച്ഛൻ്റെ അടുത്ത് ഒരു വിധേനയും വിടാൻ പറ്റില്ലെങ്കിൽ സർക്കാർ അടുത്ത് നോക്കുക. അമ്മ അവിടെ വേദന അറിയട്ടെ. അവൾക്ക് വേദന ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി വേദന ഉണ്ടെങ്കിൽ അവൾ അറിയട്ടെ.
കാരണം ഇനി അടുത്തൊരു രജീഷ് ഉണ്ടാവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. ആൻഡ് എൻ്റെ പൊന്നു സഹോദരൻ്റെ കുടുംബക്കാരോ ആരെങ്കിലും ഒരാൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരിക്കലും രജീഷിൻ്റെ അവസ്ഥ താങ്കൾ ചെയ്യരുത്. താങ്കൾ നല്ലൊരു മനുഷ്യനാണ്, ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ്, കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നതാണ്. താങ്കൾ സെലക്ട് ചെയ്ത പെണ്ണിന് ആ ക്വാളിറ്റി ഇല്ല. താങ്കൾക്ക് കിട്ടിയ ഭാര്യ വെറും ഇതായിപ്പോയി. താങ്കൾക്ക് നല്ല നല്ല സ്ത്രീകൾ ഈ ലോകത്തുണ്ട്. ഞാൻ ഒരിക്കലും ഇനി അടുത്ത കല്യാണം കഴിക്കണം എന്നല്ല പറയുന്നത്. ഒന്ന് പോയി എന്ന് കരുതി ജീവൻ പോയി എന്ന് കരുതരുത്. മകന് വേണ്ടി ഫൈറ്റ് ചെയ്യുക. ഇനി 18 വയസ്സ് കഴിഞ്ഞാൽ അവനൊരു ഫ്രീഡം ഉണ്ടല്ലോ, അവനൊരു സ്പേസ് ഉണ്ടല്ലോ. ആ സ്പേസിൽ മകനെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോഴേ കുട്ടികളെ വളച്ചൊതുക്കി അമ്മേൻ്റെ കൂട്ടിൽ നിർത്താൻ പറ്റൂ. ഒരു 10-18 വയസ്സായാലും എവിടെ എൻ്റെ ഉപ്പ എന്നൊരു ചോദ്യം വരുന്ന സമയത്ത് അവന് അറിയാം അവൻ്റെ ഉപ്പ എവിടെ എങ്ങനെ പോയി എന്ന്. അപ്പോൾ അവൻ ഓടി വരും. ഒരിക്കലും വിഷമിക്കരുത്. എന്നെ അത്ഭുതപ്പെടുത്തിയ അടുത്തൊരു കാര്യം എന്താ പറയുക, ഈ വീഡിയോൻ്റെ താഴെ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ട്. ആദ്യത്തെ കമൻറ്റ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ അവൾക്കും കൂടെ പറയാനുള്ളത് നമ്മൾ അറിയണം. എന്തറിയാൻ? അവൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവൻ്റെ സൈഡിലുണ്ടെങ്കിൽ ലീഗലി ഡിവോഴ്സ് വാങ്ങുക. അതിന് ശേഷം അവൾ തീരുമാനിക്കുക. അവൻ വരാൻ നിൽക്കുന്ന ഒരാഴ്ചയ്ക്ക് മുമ്പ് ചാടി പോവല്ല ചെയ്യേണ്ടത്. അവനെ മാത്രം കല്യാണം കഴിച്ചാൽ അവൻ്റെ കൂടെ തന്നെ ജീവിതകാലം മുഴുവൻ ഇവൾ ജീവിക്കണമെന്ന് ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഇത് പറ്റിക്കല, ചീറ്റിങ്. ഓക്കെ, ഒരുപാട് പണം ഉണ്ടായത് കൊണ്ട് ലൈഫ് ആവില്ല, ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ പണം വേണ്ടടുത്ത് പണം വേണം. കടയിൽ ചെന്ന് അരി വാങ്ങേണ്ട പണം വേണം. വീടുണ്ടാക്കണമെങ്കിൽ പണം വേണം. അവൾ ഇട്ട് നടക്കുന്ന ആ ഡ്രസ്സ് വേണമെങ്കിൽ അവൾക്ക് പണം വേണം കേട്ടോ. അതുകൊണ്ട് പണം ഉണ്ടേ ലൈഫ് ആവില്ല എന്നല്ല, പണം വേണം. ലൈഫ് പോലെ പോകണമെങ്കിൽ പണം ഒരു ഫാക്ടറാണ്. നല്ലൊരു ഭർത്താവ് ആവാനും കൂടെ ശ്രമിക്കണം. അദ്ദേഹം നല്ല ഭർത്താവല്ല, അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റെന്താന്നുള്ളത് ഇവൾ കോടതിയിൽ പോയി ലീഗലി പറഞ്ഞ് ഡിവോഴ്സ് വാങ്ങിപ്പോട്ടെ. ഇത് ചേട്ടൻ വരാൻ നിൽക്കുമ്പോൾ ഒളിച്ചോടി പോവാ, അതും വേറൊരു ഭാര്യയും. അപ്പം ഇവരുടെ 2 പേരുടെ, ആ ചെങ്ങായിയുടെ ഭാര്യയും മക്കളും കൊള്ളൂല, ഈ പെണ്ണിൻ്റെ ഭർത്താവും ഇതും കൊള്ളൂല എന്നാണോ നിങ്ങൾ കമൻറ്റ് ഓളികൾ പറയുന്നത്? അവളെ മനസ്സിലാക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ ഒരിക്കലും ഒരു പെണ്ണ് വേറെ പുരുഷൻ്റെ അടുത്ത് പോലും അവൾക്ക് തോന്നുകയാണോ? ഒക്കെ നിങ്ങൾക്ക് തോന്നുക. നിങ്ങൾക്ക് അവീതത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിട്ടാണ്. നമ്മൾ ഡി അഡിക്ഷൻ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ഒരുപാട് കേസസ് കേൾക്കുന്നതാണ്. അവീതത്തിനൊരു റീസൺ ഭർത്താവിൻ്റെ ക്വാളിറ്റി മാത്രമല്ല, സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെക്ഷൽ, ഫിനാൻഷ്യൽ, ഭംഗി തോന്നിയില്ല, മെസ്സേജ് അയച്ചു, ഫ്ലേർട്ടിങ്, പൂർവ്വ വിദ്യാർത്ഥി, ഇതൊക്കെ ഉണ്ട് അവീതത്തിന് കാരണം. അല്ലാണ്ട് ഭർത്താവ് നല്ലതാണെങ്കിൽ അവീതത്തിനുമില്ല. അതുപോലെ ഒരു പുരുഷന് വേറൊരു പെണ്ണിൻ്റെ അടുത്ത് പോകാനും പറ്റില്ല. അതൊക്കെ തോന്നുകയാണ്. അതൊക്കെ പണ്ട് ഗ്രാമീണ കാലത്തുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ, അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഭർത്താവിൽ നിന്ന് കുറവുകൾ വരുമ്പോൾ മാത്രമേ ഏത് സ്ത്രീയും അവീതത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. ഭർത്താവിൽ നിന്ന് കുറവ് വരുന്ന സമയത്ത് ഭർത്താവിനോട് വായ തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചേട്ടൻ ചെയ്യുന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് പറ്റില്ല, ചേട്ടൻ്റെ സൈഡിലുള്ള ഈ സ്വഭാവങ്ങൾ എനിക്കിഷ്ടമല്ല, അത് നമ്മുടെ ബന്ധത്തെ ഒരിക്കലും സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നില്ല. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അല്ലാണ്ട് ഭർത്താവിൻ്റെ സ്വഭാവം കൊള്ളൂല എന്നാൽ ഞാൻ വേറൊരുത്തന്നെ ലൈൻ അടിച്ച് ചാടിപ്പോട്ടെ എന്നല്ല. എന്തിനാ അവർക്ക് 2 പേർക്കും ഇഷ്ടമാണല്ലോ. പിന്നെ അച്ചടോ ഏതാ ഗുണവാമ, കല്യാണം കഴിഞ്ഞ് അപ്പുറത്തൊരു ഭർത്താവുണ്ട്, കുട്ടിയുണ്ട്. മറ്റോനാണെങ്കിൽ ഒരു ഭാര്യയുണ്ട്, 3 കുട്ടികളും ഉണ്ട്. എന്നിട്ട് അവർ 2 ഇഷ്ടം. പിന്നെ ആർക്കാ ഗുണമാണ്? ഇതാരത്? ബ്ലാക്ക് റോ. പിന്നെ ഒന്നിനും ഒരു ജെനുവിൻ അക്കൗണ്ടും ഉണ്ടാവില്ല, ജെനുവിൻ ഫോട്ടോയും ഉണ്ടാവില്ല. ഈ വീഡിയോൻ്റെ ഫോട്ടോൻ്റെ താഴെ വന്ന ഒരുപാട് കമൻറ്റ്സ്, ആ കമൻസിലൊക്കെ എല്ലാവരും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ സ്വഭാവം കൊള്ളൂല, അതുകൊണ്ടാണ് അവൾ ചാടിപ്പോയത്, ഭർത്താവിന് പ്രശ്നമുണ്ട്, ഭർത്താവിന് അതുണ്ടോ. ഭർത്താവിന് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ ഓക്കെ അല്ലാത്തൊരു പാർട്ട്ണറാണ് നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ, ലീഗലിയാണ് കിട്ടിയതെങ്കിൽ ലീഗലി സെപ്പറേറ്റഡ് ആവുക. ആൻഡ് ഭർത്താവിന് ഇഷ്ടമല്ല എന്ന് തോന്നുമ്പോൾ വേഗം പോയി അടുത്തവനെ പ്രണയിക്കുകയല്ല ചെയ്യേണ്ടത്. വീട്ടിൽ പോയി നിൽക്ക്, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടെ നിൽക്ക്. ഇനി അതില്ലെങ്കിൽ ജോലി ചെയ്യ്. ഇനി ജോലി ചെയ്യാൻ വിദ്യാഭ്യാസമല്ലേ, തൊഴിലുറപ്പിന് പോകും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. എത്ര മന്ദിരങ്ങളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന, കുടുംബശ്രീൻ്റെ ഒക്കെ കുറേ യൂണിറ്റ്സ് ഉണ്ട്, പോയി നിൽക്ക്. ഇത് വേറെ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി അത് 4 ആൾ അറിയുന്ന സമയത്ത് ഭർത്താവിൻ്റെ സ്വഭാവം കൊള്ളൂല, ഭാര്യേൻ്റെ സ്വഭാവം കൊള്ളൂല. ഞാൻ ഇങ്ങനത്തെ കുറേ കമൻസുകൾ കണ്ടുകൊണ്ടാണ് ഞാനിതെടുത്ത് പറഞ്ഞത്. ഇനി വലിയൊരു പാരഗ്രാഫ് കമൻറ്റ് ഇട്ടു കേട്ടോ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഒരു പെൺകുട്ടി തൻ്റെ ഭർത്താവിനെ മറന്ന് മറ്റൊരാളുടെ കൂടെ പോകുന്നത് വെറും കാമം കൊണ്ടാണെന്ന് പലരും കരുതുന്നു. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. പലപ്പോഴും അതിന് കാരണം ആ ഭർത്താവ് തന്നെയായിരിക്കും. ചേട്ടാ, ഇവർ കല്യാണം കഴിഞ്ഞ് 4 കൊല്ലം ഒരുമിച്ച് ജീവിച്ചു. അത് കഴിഞ്ഞ് 4 കൊല്ലമായിട്ട് പുള്ളി ഗൾഫിൽ പോലും ഇല്ല. പുള്ളി പൈസയും കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫാമിലി ബന്ധം അത്യാവശ്യം നല്ല രീതിയിലാണ് പോകുന്നത്. സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് കേട്ടോ, അത് ഞാൻ പറയുന്നില്ല വച്ചേക്ക്. ഒരു സ്ത്രീക്ക് ശരീര സുഖത്തേക്കാൾ വിലപ്പെട്ടത് അവളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും അവളുടെ വികാരങ്ങളെ മാനിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത പങ്കാളിയാണ്.
യോജിക്കുന്നു 100%. ഗൾഫിലുള്ള പല ഭർത്താക്കന്മാരും നാട്ടിലേക്ക് വിളിക്കുമ്പോൾ 1 മണിക്കൂറിൽ 50 മിനിറ്റ് മക്കളോടും വെറും 10 മിനിറ്റ് മാത്രമാണ് ഭാര്യയോട് സംസാരിക്കുന്നത്. ദാറ്റ്സ് എ റിയാലിറ്റി. സത്യം പറഞ്ഞാൽ സത്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഗൾഫിൽ വരുന്ന സമയത്ത് ഇവർക്ക് ഈ ഫുൾ ടൈം കൂടെ നിൽക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ കൂടെ നിൽക്കാൻ പറ്റുമ്പോൾ ഒരു കോളാണ് ഓപ്റ്റ് ചെയ്യുക. കോൾ ചെയ്യുന്ന സമയത്ത് എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയല്ല. ഭാര്യനെ വിളിച്ച് ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ച് ഭാര്യയോട് 24 മണിക്കൂർ സംസാരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. എന്നാൽ ഭാര്യയ്ക്ക് വേണ്ട കെയർ കൊടുക്കാണ്ട് മക്കളെ മാത്രം വിളിക്കുന്ന ആളുണ്ട്. അവിടെ അങ്ങനെ ഒരു കുറവ് വരുമ്പോൾ അത് തുറന്ന് സംസാരിച്ചൂടെ? അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? അങ്ങനെ ഒരു കുറവ് വരുമ്പോഴേക്കും ഓക്കെ എൻ്റെ ഭർത്താവ് കുട്ടീനെയാണ് 50 മിനിറ്റ് വിളിക്കുന്നത്, എന്നെ 10 മിനിറ്റ് വിളിക്കുന്നുള്ളൂ, ഞാൻ വേഗം പോയി അപ്പുറത്തെ മൊബൈൽ ഷോപ്പിൽ തന്നെ ലൈൻ അടിച്ചിട്ട് അവൻ്റെ കൂടെ വിളിച്ചോടട്ടെ എന്ന് പറയണോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്തൂടെ? 1-8 കൊല്ലം ഒരുമിച്ച് ജീവിച്ച ഭർത്താവല്ലേ, എന്തുകൊണ്ട് അങ്ങനെ തന്നെ വിളിക്കാത്ത, അയക്കാത്ത, സംസാരിക്കാത്ത? എന്താ നിങ്ങളുടെ പ്രശ്നം? ഇനി അത് വീട്ടിൽ പറഞ്ഞൂടെ? അല്ലെ ഫാമിലി പറഞ്ഞൂടെ? ഫാമിലി നമ്മൾ ഡിസ്കസ് ചെയ്തൂടെ? അല്ലെ ഒന്നും വേണ്ട, എനിക്ക് വേണ്ട നിങ്ങളെന്ന് പറഞ്ഞൂടെ? അല്ലാണ്ട് അടുത്തവൻ്റെ മേത്ത് കയറി ചാടുകയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ അവൾ ആരോടെങ്കിലും തൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുക. ആ മനസ്സ് തുറന്ന് സംസാരിക്കൽ കണ്ണ് കണ്ട ഭാര്യയും കുട്ടികളും ഉള്ള ആണുങ്ങളെടുത്തല്ല, പകരം വീട്ടുകാരെടുത്ത് സംസാരിക്കാം, ഭർത്താവിനടുത്ത് സംസാരിക്കാം, നല്ല സുഹൃത്തുക്കളുടെ അടുത്ത് സംസാരിക്കാം. അല്ലാണ്ട് ഏതെങ്കിലും സോഷ്യൽ മീഡിയ കാണുന്ന റോഡ് സൈഡിൽ മൊബൈൽ ഷോപ്പിൽ ഇരിക്കുന്നവന്മാരുടെ അടുത്തല്ല. ആ സമയത്ത് തെറ്റായ ഒരാളുടെ വലയിൽ വീഴാനും സാധ്യത. ഇല്ലടോ, ഇങ്ങനെ അങ്ങനെ പറയുക. ഷഹല ഷെറിൻ മാത്രമല്ല വിധത്തിന് നിന്ന് അപ്പുറത്തുനിന്ന് നിന്നിട്ടുണ്ട്. അപ്പം അവൻ തെറ്റ് എന്ന് പറയണ്ട, രണ്ടാളും തെറ്റാണ്. അല്ലാണ്ട് ഒരാൾ തെറ്റുകാരൻ, ആണ് തെറ്റുകാരൻ, പെണ്ണ് തെറ്റുകാരി അല്ല, അല്ലെങ്കിൽ പെണ്ണ് തെറ്റുകാരനാണ്, അതൊന്നുമില്ല. ചെയ്യുന്ന രണ്ടും തെറ്റ് തന്നെ കേട്ടോ. സഹോദരങ്ങളെ, സ്വന്തം ഭാര്യയെ കേൾക്കൂ. അവൾക്ക് പറയാനുള്ളത് മടുപ്പില്ലാതെ കേൾക്കൂ. അവളുടെ വികാരങ്ങളെ വില കൊടുക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരവും മനോഹരവുമായി പോകും. പോകണമെന്ന് ആഗ്രഹമുള്ളവർ പോകും. ഇനി തലയെ കെട്ടി വെച്ചാലും ആട്ടുപഞ്ചിൽ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ആടിച്ചാലും പോകണം എന്നുള്ളവൻ പോവുക തന്നെ ചെയ്യും. സ്ത്രീയെ മറ്റൊരാൾ സ്നേഹിക്കുന്നുവെങ്കിൽ അതിനെല്ലായ്പ്പോഴും ഒരേ ഒരു ഉദ്ദേശമാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ പലപ്പോഴും സ്വന്തം സ്വാർത്ഥതയുള്ള ആളുകളും ഉണ്ടാവും. അതിനാൽ ആരെയും അന്ധമായി വിശ്വസിക്കാതെ സ്വന്തം ജീവിതത്തെയും കുടുംബത്തെയും മുൻഗണന നൽകുക, അല്ലെങ്കിൽ ഒരു നാൾ നശിക്കുക. അത് തന്നെയാണ് ചേച്ചിനോട് എനിക്ക് പറയാനുള്ളത്. സ്വന്തം കുടുംബത്തിന് മുൻഗണന കൊടുക്കണമായിരുന്നു ഷഹല ഷെറിൻ. ഇല്ലെങ്കിൽ കറിവേപ്പില പോലെ ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേക്കാം. കൊള്ള ചേട്ടാ, കൊള്ള. അവീതത്തെ വരെ ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്ന ചേട്ടൻ്റെ കഴിവിനെ ഞാൻ അങ്ങോട്ട് കൈയടിക്കുന്നു, കുതിരഭവൻ തരുന്നു. ഇനി ഒരാളുടെ റിയാക്ഷൻ വീഡിയോ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഞാൻ പെട്ടുപോയതാണിക്ക, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു അബദ്ധം പറ്റിപ്പോയിക്ക, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ സ്വീകരിക്കണിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് വരും. അപ്പോ സഹോദര, സ്വീകരിക്കരുത്. കാരണം ഒരിക്കൽ ചാടിയത് പിന്നെ ചാടിക്കൊണ്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു, ഇവന്റെ ഫോട്ടോ വെച്ചിട്ട് ഇവളെ ഒളിച്ചോടി പോയത്. ഞാൻ ഒരുപാട് ആളുകൾ ഇന്നലെ വീഡിയോ ഇട്ട സമയത്ത് പല ആളുകളും പറയുന്നത് കേട്ടു, അയ്യോ ഇവര് പിന്നെ ചാടിപ്പോയതല്ല, ഇവള് ഒളിച്ചോടി പോയതല്ല, ഇവള് അവന്റെ കൂടെ പോയതല്ല, അവിടെ എന്തെങ്കിലും മിസ്സിംഗ് ആയിരിക്കോ, തട്ടിക്കൊണ്ട് പോയതായിരിക്കോ, നീയാണോ കോടതി, നീയാണോ നിയമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും പറയുന്നത്. ഇതാ ഇവന്റെ കൂടെയാണ് ഇവിടെ ഒളിച്ചോടി പോയത്. ഇവൻ ഒരു മൊബൈൽ ശരിയാക്കും മൊബൈൽ ഷോപ്പ് കടക്കാരനാണ്. ഈ മൊബൈൽ ഷോപ്പ് കടക്കാരന് ഇവനിക്ക് 3 കുട്ടികളും ഭാര്യയുണ്ട്. ഇവന്റെ കൂടെയാണ് ഒളിച്ചോടി പോയത്. അപ്പൊ ആ പ്രശ്നം തീർന്നല്ലോ. ഇനിയിപ്പോ നാളെ ഇവരെവിടെന്നെങ്കിലും കണ്ടെത്തി കോടതിയിൽ എത്തിയിട്ടാകുമ്പോൾ അവൾ അനുഭവിക്കാനില്ല. ആ സ്വർണ്ണം തീരോട് കളിക്കും. ആ സ്വർണ്ണം തീർന്നു കഴിഞ്ഞാൽ അവനിക്ക് മടുക്കും. ഒളിച്ചും പാത്തും നടക്കുമ്പോൾ ഉണ്ടല്ലേ നല്ല രസം ഉണ്ടാവും. ഇത് സ്വന്തമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്ര മജയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇത് തീരുമ്പം ഇവളിപ്പം വരും. വന്നിട്ട് ഈ കാനക്ക് തെറ്റുപറ്റിപ്പോയി, കാനക്ക് നിങ്ങളൊക്കെ അല്ലാതെ നിങ്ങൾ ജീവനാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും. ആ കുട്ടീനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കും. കാരണം എന്താ, ഇവളെ ഇനി നിങ്ങൾ എത്ര സ്വീകരിച്ചാലും ഒരിക്കൽ മതിലയാടിയത് ചാടിക്കൊണ്ടിരിക്കും. ഇവളെ അവസ്ഥയും അതായിരുന്നു. എന്തറിയോ, ചാടി 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 ലാസ്റ്റ് സെൻട്രൽ ജയിൽ വരെ ചാടി. അത്രയും ചാടി, മനസ്സിലായല്ലോ. അപ്പം ആ അവസ്ഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഇവിടെ ചാട്ടം എനിക്ക് നന്നായി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞത്. അതായത് സാജിദ് റോഷന്റെ ഒക്കെ ചാടി, റിൻഷാദിന്റെ ഒക്കെ ചാടി, വേറൊരു ഖത്തറുകാരന്റെ കൂടി ചാടി, വേറെ 2-3 ആൾക്കാരൊക്കെ ചാടി 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 ഇവൾക്ക് ലാസ്റ്റ് ഡ്രഗ് കേസിൽ പിടിക്കപ്പെട്ട് സെൻട്രൽ ജയിലിലേക്കും ചാടി. ഇപ്പം അടുത്ത ആളെ ചാടാൻ വേണ്ടി നോട്ടം ഇട്ടിട്ട് റെഡിയാക്കാൻ, അതിനെ റെഡിയാക്കി കൊടുക്കാൻ വീട്ടിൽ തന്നെ ആളുണ്ട്. അതുകൊണ്ട് മോനെ ശ്രദ്ധിച്ചു. ഈ വീഡിയോയിൽ ഈ മനുഷ്യൻ പറഞ്ഞ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യത്തെ ഒരു കാര്യം, തിരിച്ചു വന്നാൽ ഒരിക്കലും സ്വീകരിക്കരുത്. ഇനി ഈ ലോകത്ത് ഒരു പെണ്ണുമില്ല. അവസാനം ഇവളെ ഒറ്റൊരിയുള്ളൂ. ഇവളെ കല്യാണം കഴിച്ച് വേണമെങ്കിൽ എനിക്ക് ജീവിക്കാം എന്ന് പറഞ്ഞാലും എനിക്ക് സ്വന്തമായിട്ടൊരു വില ഉണ്ടെങ്കിൽ, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ, കഴുത്തിന് മുകളിൽ തലയുണ്ടെങ്കിൽ ഒരിക്കലും ഇവളെ സ്വീകരിക്കരുത്. കാരണം ഒരിക്കലും ഇവള് ചെയ്താൽ വീണ്ടും ഇവളിത് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. വീണ്ടും ഇവളെ നമ്പാൻ ഈ ലോകത്ത് ആർക്കും പറ്റില്ല. കാരണം ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് പെണ്ണുങ്ങൾ എന്നും ഇങ്ങനെ തന്നെയാണ്.
അപ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ ബേസിക് കാര്യം എന്താണെന്ന് വെച്ചാൽ ബൈ ബൈ ടു മോളെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് പോവുക. അവർക്ക് അതാണ് ഇഷ്ടം, അവർക്ക് അതാണ് വാല്യൂ. ഇനി രണ്ടാമതൊരു കേസ് പറയുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമില്ല, നിങ്ങളോട് അവർക്ക് ആത്മാർത്ഥമായൊരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, ട്രൂ ആയിരുന്നെങ്കിൽ, ജെന്യുവിൻ ആയിരുന്നെങ്കിൽ അവൾ ഒരിക്കലും വേറൊരുത്തൻ്റെ കൂടെ പോവില്ല. നിങ്ങളോട് അങ്ങനത്തെ ഒരു ഇമോഷനും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ നിൽക്കുക അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, നമ്മളോട് ട്രൂ അല്ലാത്തൊരു ഗേളുടെ അടുത്ത് നമ്മൾ നിൽക്കണ്ട, നമ്മൾ മൂവ് ഓൺ. അതുപോലെ തന്നെ എനിക്ക് ആ ആണിൻ്റെ ഭാര്യനോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, 3 കുട്ടികളെ നോക്കാൻ നിങ്ങൾ പാടുപെടും, എനിക്കറിയാം. നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ജോബിന് കയറുക, ക്വാളിഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങളുടെ ജോലി തന്ന് സഹായിക്കാനുണ്ടാവും. കാരണം ഇങ്ങനെ ഒരു വൃത്തികെട്ടവൻ ഇട്ടിട്ട് പോയത് കൊണ്ട് ഒരു സാഹചര്യത്തിൽ എത്തിയവൻ ഇല്ല. നിങ്ങൾക്ക് സ്വത്തുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ബിസിനസ്സോ സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ ചെറിയ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഈ തയ്യൽ അത് ഇത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങി സ്റ്റാർട്ടപ്പ് തുടങ്ങി അന്തസ്സായിട്ട് മക്കളെ വളർത്തുക, പഠിപ്പിക്കുക, മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി ഇതാണ് ഉമ്മയുടെ അവസ്ഥ എന്നുള്ളത്. എന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കുക. അല്ലാണ്ട് 3 മക്കൾക്ക് വേണ്ടി ഇവനെ സ്വീകരിക്കരുത്. കാരണം ഇവൻ ഇത്രയും കാലം നിങ്ങളെ ചതിക്കുകയായിരുന്നു, ഇനിയും ഇവൻ ചതിക്കും. കോമാളിയാവാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് ഈ കാറ്റഗറി ഓഫ് നിങ്ങളുടെ ഓപ്പോസിറ്റില്ല. നിങ്ങളുടെ കാര്യത്തിൽ വിഷമമുണ്ട്, എന്നാൽ എനിക്ക് ഒരുപോലെ സന്തോഷത്തോടു കൂടി പറയാം, 2 കഴുകന്മാരെടുത്ത് നിന്ന് എസ്കേപ്പായി, 2 അഡിക്റ്റുകളുടെ അടുത്തിൽ നിന്ന് നിങ്ങൾ എസ്കേപ്പായി. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഇനി കെട്ടിപ്പടുക്കാം. നിങ്ങൾക്ക് നിങ്ങളതായ ജോലി, ബിസിനസ് കാര്യങ്ങൾ, ഗൾഫ്, പ്രവാസം, വീട് കാര്യങ്ങൾ, അപ്പുറത്തുള്ളവർക്ക് നിങ്ങളതായ രീതിയിൽ പോകാം. കാരണം കൂടെയുള്ളവന് ക്വാളിറ്റി ഇല്ലെങ്കിൽ അവനില്ലാത്തതാണ് നല്ലത്. ആണുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ, പെണ്ണുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നൊന്നുമില്ല. നമുക്ക് ഒറ്റയ്ക്കും ജീവിക്കാം, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ ആ രീതിയിൽ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇങ്ങനത്തെ ടോപ്പിക്കുകൾ വന്നാൽ ഡെഫിനറ്റ്ലി ഞാൻ എടുക്കുകയും ചെയ്യും, റിയാക്ട് ചെയ്യും, ഞാൻ ഫോട്ടോ കാണിക്കുകയും ചെയ്യും. ഒരിക്കലും ആ കുട്ടിയുടെ ഫോട്ടോയും കുടുംബത്തിൻ്റെ ഫോട്ടോയും ഞാൻ ഇതിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ പ്രൈവസിനെ ഞാൻ ഒരുപാട് മാനിക്കുന്നു. മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വളർന്ന് വലുതാവുന്ന സമയത്ത് നമ്മുടെ ഈ വൃത്തികെട്ട നിയമപ്രകാരം നിങ്ങളുടെ ഉമ്മയുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. രജീഷിൻ്റെ വൈഫിനോടും നിങ്ങൾ അവരുടെ കയ്യിലുണ്ടാവുക, കുട്ടീനോടും കയ്യിലുണ്ടാവും. പക്ഷെ നീ റിയാലിറ്റിയിലോട്ട് ഇറങ്ങണം, നീ സത്യം മനസ്സിലാക്കണം. എന്തെങ്കിലും നീ നമ്മളെ പോലെയുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കണം. അന്ന് സത്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നീ ദയവ് ചെയ്തിട്ട് അവരെ കൂടെ നിൽക്കരുത്, നീ പോകണം. അതേ അവർക്ക് കിട്ടാവുന്ന ഏക ശിക്ഷ എന്ന് പറയുന്നുള്ളൂ. പക്ഷേ ഈ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഇതൊരു ശിക്ഷ പോലുമല്ല, ഇതൊരു അവസരമാണ്. എന്തായാലും ഇനി 2 പേരിലും ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ മോൻ്റെ അവസ്ഥ എന്താവും എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ആ മോനെ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അവളുടെ ഉപ്പാന് കൊടുത്തേക്ക്, വെറുതെ അവൻ ആ വീട്ടിലിട്ടിട്ട് പല ആംഗിളുകൾ കാട്ടി കരയിപ്പിച്ച് ഒന്നും അല്ലാണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് കൊണ്ടുപോകരുത്. നിയമത്തിനോട് മത്സരിക്കുക, കുട്ടീനെ കിട്ടുമോ നോക്കുക. കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ തുറന്നു പറയാം, മോനെ നിൻ്റെ അമ്മ എന്നോട് ഇതാണ് ചെയ്തത്, നിൻ്റെ അമ്മ ഇവൻ്റെ കൂടെയാണ് പോയത്, ഇത്രയും കാലം നിന്നെ കാണിക്കാൻ നിൻ്റെ അമ്മ അനുവദിച്ചിട്ടില്ല, ഇനി നീ ആഗ്രഹിക്കുക, തീരുമാനിക്കുക എന്ന് പറയും. എന്താ പറയേണ്ടത്? കാരണം ഈ ഒരു സാധനം പറയുന്ന സമയം നമുക്കിങ്ങനെ തിളച്ച് കയറും. അതാണ് ഈ ലോകം. അത്രയേ ഉള്ളൂ വയസ്സ്. ഞാൻ പോയി എന്തെങ്കിലും തിന്നട്ടെ. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ലൈക്കും കമൻറ്റും നമ്മളുടെ ഷഹല ഷെറി കുറേ നേരമായി 15 പവനും കൊണ്ട് ബാങ്ക് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴാണ് വരിക നോക്കാം.